വെൽക്കം ടു സ്റ്റോറി സ്റ്റെല്ലർ ഭാഗം 31. അജൈവ് റിസൾട്ട് വരുന്നത് വരെ ശ്രീദേവ് സെൽഫ് ഐസൊലേഷനിൽ നിൽക്കുകയാണ്. അവിടേക്കാണ് ശ്രീദേവ് ക്വാറന്റൈനിലാണെന്ന് കേട്ട ഉടൻ അമൃത എത്തിയത്. എന്നാൽ അവളെ ഒന്ന് കാണാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. വിളിച്ചിട്ടും കോളിംഗ് ബെൽ അടിച്ചിട്ടും അവന്റെ കയ്യിൽ നിന്ന് ഒരു റെസ്പോണ്ടും ഉണ്ടായില്ല. അങ്ങനെ അവൾ താഴേക്ക് പോയി. എന്ത് സംഭവിച്ചാലും അവനെ കണ്ടേ പോകുന്ന അവൾക്ക് വാശിയായിരുന്നു. ചെയ്യാൻ പോകുന്നത് ഏറ്റവും മോശമായ കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അവൾ താഴെ നിന്ന് അവനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ശ്രീദേവ്, വാതിൽ തുറക്ക്, എനിക്ക് നിന്നെ കാണണം, നിന്നെ കാണാതെ ഞാൻ പോവില്ല. അവൾ അവളുടെ മുഴുവൻ ശക്തിയെടുത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവന്റെ അപ്പാർട്ട്മെന്റ് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലാണെന്ന് അറിഞ്ഞിട്ടും അവൾ അലറി വിളിച്ചു. അവനെ കാണാൻ അവൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനെ ഒരു നോക്ക് കാണാൻ അവൾ തീർച്ചപ്പെടുത്തിയിരുന്നു. ശ്രീദേവ് സുബ്രഹ്മണ്യം, പ്ലീസ് ഓപ്പൺ ദി ഡോർ. അവളിങ്ങനെ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ട് ആദ്യം തന്നെ സെക്യൂരിറ്റി ഓടി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അയാൾ അവളെ അന്തം വിട്ട് നോക്കി നിന്നു. അമൃത വീണ്ടും ഇങ്ങനെ വിളിക്കുന്ന ശബ്ദം കേട്ട് മറ്റുള്ള അപ്പാർട്ട്മെന്റിലെ ആളുകളെല്ലാം അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാം അവളെ നോക്കി എന്തൊക്കെയോ പറയാൻ തുടങ്ങിയിരുന്നു. ലേഡി, നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനെ വിളിക്കാൻ തുടങ്ങി. ശ്രീദേവ്, നീ ഇറങ്ങി വരുന്നുണ്ടോ? എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ മതി. ആ കൂടി നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, നീ എന്തിനാ ഞങ്ങളെല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്ക് അവനെ കാണണമെങ്കിൽ അവിടെ പോയി വിളിക്കേ. ചിലരെല്ലാം അവളെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ശ്രീദേവ്, നീ ഇറങ്ങി വരുന്നുണ്ടോ? ഇങ്ങനെ വിളിക്കുന്ന ശബ്ദമൊക്കെ കേട്ട് ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോഴേക്ക് സെക്യൂരിറ്റി അവളെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. അവനെ കാണാതെ ഞാൻ പോവില്ല എന്നവള് ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞപ്പോ അയാൾ പിന്നെ അവളുടെ അടുത്തേക്ക് പോയതേ ഇല്ല. ഒരു പെണ്ണായതുകൊണ്ട് അതുവരെ ആരും അവളോട് കൈവിട്ട കളിയൊന്നും കളിച്ചില്ല. താഴെ നിന്ന് എന്തോ ബഹളം കേൾക്കുന്നു എന്ന് ശ്രദ്ധിച്ച ശ്രീദേവ് ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ അമൃതയാണ് ആ ബഹളത്തിന് കാരണമെന്ന് അവന് മനസ്സിലായത്. ആ ബഹളത്തിനിടയിൽ അവളെ കണ്ടപ്പോ അവൻ ആകെ അതിശയിച്ചു പോയി. ഇവളിത് എന്തു ഭാവിച്ചാ എന്ന് കരുതി അവൻ കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. അത്രയും നേരത്തെ ബഹളത്തിനിടയിൽ അവനെ ഒന്ന് കണ്ട സന്തോഷത്തിൽ അമൃത വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു. ശ്രീദേവ്, നീ ഇത് എവിടെയാ? ഞാൻ എത്ര നേരായി? പറഞ്ഞു മുഴുവിപ്പിക്കുമ്പോഴേക്കും അവളുടെ ദേഹത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളം വന്ന് വീണു. അവിടെ കൂടി നിന്നവരിൽ ആരോ ഒരാൾ അവളുടെ ദേഹത്തേക്ക് തലയിലൂടെ വെള്ളം കോരി ഒഴിച്ചു. അവനെ കണ്ട സന്തോഷത്തിൽ മതിമറന്നു നിന്ന അവൾക്ക് അത് തീർച്ചയായും ഒരു അപ്രതീക്ഷിതമായ പ്രവൃത്തിയായിരുന്നു. ഇത് മുകളിൽ നിന്ന് കാണുന്ന ശ്രീദേവിനെ എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ സമയമെടുത്തു. വെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന അമൃതയെ കണ്ട് അവൻ മുകളിൽ നിന്നും ഒരു ടർക്കി എടുത്ത് താഴേക്ക് ഓടി വന്നു. അപ്പോഴും അവിടെ കൂടി നിന്നവരെല്ലാം അവളെ നിർത്താതെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഈ പെണ്ണിന് എന്താ ഭ്രാന്താണോ? നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ടേ പോവൂ എന്നൊക്കെയുള്ള ആക്രോശങ്ങൾ ഒരു ഭാഗത്തുനിന്ന്. ആ കൊച്ചിന്റെ ദേഹത്തേക്ക് വെള്ളം എടുത്ത് ഒഴിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള സഹതാപം പറച്ചിലുകൾ മറുഭാഗത്ത് നിന്ന് മുഴങ്ങിക്കൊണ്ടിരുന്നു. ലിഫ്റ്റ് ഇറങ്ങി ഓടി വരുന്ന ശ്രീദേവിനെ കണ്ടപ്പോ സെക്യൂരിറ്റി പറഞ്ഞു, സാർ, ഇത് എന്തു പണിയാ സാറെ കാണിച്ചത്? ആ പെൺകൊച്ചിന് ഇപ്പൊ എല്ലാരും കൂടെ. അവൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ താഴേക്ക് ഓടിച്ചെന്നു. ആ ടർക്കി എടുത്ത് അവൾക്ക് കൊടുത്തു. അവളാണെങ്കിൽ രണ്ട് കൈ കൊണ്ടും ദേഹം മുഴുവൻ മാക്സിമം മറച്ചാ നിൽക്കുന്നുണ്ടായിരുന്നത്. നിനക്ക് എന്താ അമൃത, വട്ടാണോ? ശ്രീദേവ് ചോദിച്ചു. നിന്നെ കാണാനല്ലേ? അവൾ ലാഘവത്തോടെ മറുപടി പറഞ്ഞു. എന്നാലും ഒരു കൂസലുമില്ലാതെ ഇത്ര ആൾക്കാരുടെ ചീത്ത കേൾക്കാനും വേണം ഒരു തൊലിക്കട്ടി. അവൻ ദേഷ്യം സഹിക്കാൻ പറ്റാതെ പറഞ്ഞു. അവിടെയുള്ള ആളുകളെല്ലാം അവരെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവരിൽ പലരും അപ്പോഴേക്കും മുറുമുറുക്ക് തുടങ്ങിയിരുന്നു. അവനത് ശ്രദ്ധിച്ചപ്പോ അവളെ കൂട്ടി വേഗം മുകളിലേക്ക് പോവാൻ തുടങ്ങി. വാ, റൂമിലേക്ക് പോവാം. ഇനി ഇവിടെ നിന്നിട്ട് അറിയാത്ത ആൾക്കാരെ കൂടെ അറിയിക്കണ്ട. അവൻ അവളെ ലിഫ്റ്റിൽ കയറ്റി. എന്നിട്ടേക്കും, നിനക്ക് എന്നോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നെ ഇങ്ങനെ വന്ന് നാണം കെടുത്താൻ മാത്രം ഞാൻ എന്താ നിന്നോട് ചെയ്തത്? അവനിങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. മുകളിലെത്തി വീട്ടിലേക്ക് കയറുമ്പോൾ അവൾ ചോദിച്ചു, ഇതങ്ങ് മുന്നേ ചെയ്താ മതിയായിരുന്നല്ലോ. ഇതൂടെ കേട്ടപ്പോൾ അവന്റെ ദേഷ്യം ഇരട്ടിയായി. അമൃത, നീ ഇതെന്ത് ഭാവിച്ചാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? അമൃത പറയും. ശ്രീദേവ്, കൂൾ, ഞാൻ നിന്നെ കാണാൻ വന്നതാണേ. വന്നപ്പോ തൊട്ടേ ഞാൻ അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്നിട്ട് അത് ഒരിക്കലെങ്കിലും കേൾക്കാൻ തയ്യാറായോ? കാണാൻ വന്നതാണെങ്കിൽ അമൃത കണ്ടിട്ടേ പോകൂ. അവൾ നിശ്ചയദാർഢ്യത്തിൽ പറഞ്ഞു. കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഇപ്പൊ എത്ര ആൾക്കാർ അറിഞ്ഞു നിന്റെ തനി സ്വഭാവം? ആളുകളെ ഒന്നും കേൾപ്പിക്കാതെ ഞാൻ എത്ര തവണ ഇവിടെ ഇരുന്ന് വിളിച്ചു. നീ മൈൻഡ് ചെയ്തോ എന്നെ? ഇല്ലല്ലോ, മതിയാക്ക്. അവൾ അവന്റെ മുഖത്ത് നോക്കി ശക്തമായി പറഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾക്കൊരു ഹെയർ ഡ്രയറും മാറാനൊരു ഡ്രസ്സും കൊടുത്തു. നനഞ്ഞ ഡ്രസ്സ് ഉണക്കാനിട്ട് അവൻ കൊടുത്ത ഡ്രസ്സ് ഇട്ട് അവൾ പുറത്തു വരുമ്പോ അവൻ ബാൽക്കണിയിൽ ഇരിക്കായിരുന്നു. പുറത്തേക്ക് നോക്കി എന്തോ നഷ്ടപ്പെട്ടതുപോലെയുള്ള ആ ഇരുത്തം കണ്ടപ്പോൾ അമൃതയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ വീടിന്റെ മൊത്തത്തിലുള്ള കിടപ്പിൽ നിന്ന് തന്നെ ശ്രീദേവിന്റെ അവസ്ഥ എന്താകുന്ന് അവൾ മനസ്സിലാക്കി എടുത്തിരുന്നു. അവൾ വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ തോളത്ത് കൈവച്ച് സൗമ്യമായി അവനെ വിളിച്ചു. ദേവ്. സത്യത്തിൽ അവളുടെ വിളിയിൽ അവൻ അലിഞ്ഞുപോയി. പക്ഷെ അവനത് പ്രകടിപ്പിക്കാൻ കൂട്ടാക്കിയില്ല. അമൃതേ, ഡ്രസ് ഉണങ്ങിയ നീ ഉടൻ തന്നെ ഇവിടുന്ന് പോവണം. ഇനി വേറെ വർത്താനൊന്നുമില്ല, കേട്ടല്ലോ? അവൻ അവളെ താക്കീത് ചെയ്തു. ദേവ്, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. പക്ഷെ ചുമ്മാ കണ്ട് തിരിച്ചു പോവാൻ എനിക്കിപ്പോ തോന്നുന്നില്ല. അവൾ അവന്റെ മുഖം ഉയർത്തി അവനോട് പറഞ്ഞു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അവൻ അവളുടെ കൈ മുഖത്തുനിന്ന് മാറ്റിക്കൊണ്ട് ചോദിച്ചു. ദേവ്,
നിന്നെ ഇപ്പോ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോവാൻ എനിക്ക് തോന്നുന്നില്ല. അത്ര തന്നെ അവൾ അധികാരഭാവത്തിൽ പറഞ്ഞു. സത്യത്തിൽ അവനെ അങ്ങനെ അവൾ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും തന്നോട് തട്ടിക്കയറുന്ന, അല്ലെങ്കിൽ ചിലപ്പോ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഈ മനുഷ്യൻ ഇപ്പൊ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഇരിക്കുന്നത് അവൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ ഇപ്പോഴാണ് ഒരാളുടെ ആവശ്യമെന്ന് അവൾക്ക് തോന്നി. അമൃത, ഞാൻ പറയുന്നൊന്ന് കേൾക്കാമോ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇങ്ങോട്ട് വന്നത്? അമൃത പറയും, യെസ്, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. നിനക്ക് എന്നെ കാണണ്ടായെങ്കിലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? അവളുടെ വാക്ക് കേൾക്കുമ്പോ ശ്രീ പറയും, ഇത് കുട്ടിക്കളിയല്ല അമൃത. HIV പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ആളാണ് ഞാൻ. നീ അത് മറക്കരുത്. അതുകൊണ്ടാ ഞാൻ ആരെയും ഇങ്ങോട്ട് കയറ്റാത്തത്. അവൻ പറഞ്ഞു. ടെസ്റ്റിന് അയച്ചിട്ടല്ലേ ഉള്ളൂ, റിസൾട്ട് വന്നിട്ടില്ലല്ലോ. അവൾ ലാഘവത്തോടെ പറഞ്ഞു. നിനക്കിതിന്റെ സീരിയസ്നെസ് അറിയാഞ്ഞിട്ടാണ് അമൃത. ഞാൻ പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ, എന്റെ കയ്യിൽ നിന്ന് അത് നിനക്ക് പകർന്നാലോ ജീവിതകാലം മുഴുവൻ നരകിക്കേണ്ടി വരും. അവൻ മുന്നറിയിപ്പ് കൊടുത്തു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു. അവൾ പിന്നിലൂടെ വന്ന് അവന്റെ അരയിലൂടെ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ ശ്രീദേവ് സുബ്രഹ്മണ്യം, എയ്ഡ്സ് പകരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? സാധാരണ ഇടപഴകലിലൂടെ എയ്ഡ്സ് പടരില്ലെന്ന് എനിക്കറിയാലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? സാധാരണ ഇടപഴകലിലൂടെ എയ്ഡ്സ് പകരില്ലെന്നിരിക്കാം, പക്ഷെ നീ കൈയെടുത്തില്ലെങ്കിൽ എയ്ഡ്സ് പകരുന്ന പോലെ ഇടപഴകാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈകൾ എടുത്തു മാറ്റി. ഓഹോ എന്ന് മൂളിക്കൊണ്ട് അവളും ആ തമാശയിൽ പങ്കുചേർന്നു. നീ വല്ലതും കഴിച്ചോ? അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. നിന്റെ മുഖം കണ്ടാലറിയാം തീറ്റയും കുടിയൊന്നും ഇല്ലെന്ന്. അതും പറഞ്ഞ് അവള് നേരെ അടുക്കളയിലേക്ക് നടന്നു. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അവള് ശരിക്കും ഞെട്ടിപ്പോയി. കുറച്ച് എനർജി ഡ്രിങ്ക്സും അച്ചാറും കുറച്ച് മുട്ടയും മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് കണ്ട അമൃതയ്ക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. എന്താ ദൈവതേ, നീ ഇവിടെ ഒന്നും കഴിക്കുന്നില്ലേ? സെക്യൂരിറ്റി പറഞ്ഞു നീ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ലെന്ന്. നിന്റെ വയറിന് അല്ലെങ്കിൽ സുഖമില്ലാത്തതല്ലേ? നീ എങ്ങനെയാ ഇത്രയും ദിവസം ഇവിടെ ജീവിച്ചത്? നിനക്ക് ഇപ്പോഴും നിന്നെ നോക്കാൻ അറിഞ്ഞൂടാ. അവൾ അവനെ ചീത്ത പറഞ്ഞോണ്ടേയിരുന്നു. സോഫയിലിരുന്ന ശ്രീദേവ് അവിടുന്ന് എഴുന്നേറ്റ് വന്ന് പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചോണ്ട് പോയി. അമൃത, ഞാനിവിടെ എങ്ങനെ ജീവിച്ചാലും നിനക്കെന്താ? അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഇനിയൊരു കൂടിക്കാഴ്ചക്ക് അവസരം ഉണ്ടാകരുതെന്ന്. നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. നിന്നെ എനിക്കിവിടെ വേണ്ട, വേഗം പോ. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഞാനിപ്പോ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പോവാനാണെങ്കിലേ ഞാൻ നേരത്തെ പോയനെ. അവൻ അവന്റെ കൈ പിടിപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു. നീ ഇവിടുന്ന് ഇറക്കി വിട്ടാലും എന്താ സംഭവിക്കാന്ന് നിനക്കറിയാലോ. ഞാൻ താഴെ പോയി നിന്ന് വീണ്ടും ബഹളം ഉണ്ടാക്കും. അവൾ ഷാഠ്യത്തിൽ പറഞ്ഞു. അമൃത, നിനക്കൊന്ന് പോയി തരാമോ? ഞാൻ എന്താ നിനക്ക് തരേണ്ടത്? പ്ലീസ് എനിക്ക് കുറച്ച് സമാധാനം തരാമോ? അവൻ കുറച്ചുകൂടെ മയത്തിൽ പറഞ്ഞു. ശ്രീദേവ്, ഞാൻ ഇപ്പൊ പോവാൻ ഉദ്ദേശിക്കുന്നില്ല. HIV അല്ലേ, എനിക്കൊരു പേടിയുമില്ല. ഇപ്പോഴും റിസൾട്ട് വന്നിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കിട്ട് പോവാൻ എനിക്ക് മനസ്സില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അമൃത ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നിർത്തി. തന്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ തനിക്ക് 5 വർഷം മുന്നേ പരിചയമുള്ള അമൃത തന്നെയാണെന്ന് അവന് തോന്നി. ആ അമൃതയ്ക്ക് ഇന്നൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന്. തനിക്ക് വേണ്ടി തന്നെ നോക്കാൻ വേണ്ടി മറ്റെന്തും ഉപേക്ഷിച്ചു വന്നിരുന്ന ആ പെൺകുട്ടി തന്നെയാണ് ഇപ്പൊ തന്റെ മുന്നിൽ വാശി പിടിച്ചു നിൽക്കുന്നത്. പഴയകാലം ഓർക്കും തോറും അവന്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി. പറ്റില്ല, നീ ഇപ്പൊ പോണം. അവൻ ശാന്തനായി എന്നാ ഗൗരവത്തോടെ തുടർന്നു. നമുക്കിത് ശരിയാവില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിന്റെ പരിചരണം ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലൊന്നും അല്ല ഞാൻ. നീ ഒന്ന് മനസ്സിലാക്ക്. അവൻ ഒന്ന് നിർത്തിയ ശേഷം പറഞ്ഞു. ഈ സമയത്ത് ഒരു ഫ്രണ്ടിനെ പോലും കാണാൻ കിട്ടുന്നില്ല. അപ്പോഴാ നീ. അവന്റെ നാവെന്ന് അറിയാതെയാണെങ്കിലും ആ വാചകം പുറത്തേക്ക് വന്നപ്പോ അവൾ ഉറപ്പിച്ചു. എത്രമാത്രം ഒറ്റപ്പെട്ടാണ് അവനിവിടെ കഴിയുന്നതെന്ന്. ഒരാള് പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ വേദന മുഴുവൻ അവന്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. നീ ചെല്ല്, വീട്ടിൽ പോവാൻ നോക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളാം. HIV അത്രയ്ക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞിട്ടും നീ സർജറി ചെയ്യാൻ തയ്യാറായില്ലേ? അതുപോലെയുള്ളൂ ഇതും. ഞാൻ ശ്രദ്ധിച്ചോളാം, പോരെ? അവള് പറഞ്ഞു. ഇനി അവളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ അവർ രണ്ടുപേരും അകത്ത് സോഫയിൽ വന്നിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ കുറച്ചു ദിവസം മുമ്പ് നീ എന്നോട് പറഞ്ഞത്? ഇനി ഇങ്ങനെയൊന്നും വേണ്ട, ഈ കൂടിക്കാഴ്ചകളെല്ലാം നമുക്ക് ഒഴിവാക്കാം എന്നൊക്കെയല്ലേ? എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? അവൻ ചോദിച്ചു. അവള് മുഖം ഉയർത്താതെ അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. അത് പിന്നെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാ. എങ്ങനെ സിറ്റുവേഷൻ? ഞാൻ എത്ര വേണ്ടാന്ന് വെച്ചാലും നീ എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കല്ലേ. എന്റെ പിറകെ വരരുതെന്ന് പറഞ്ഞാലും നീ കേൾക്കില്ല. അവൻ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. നിന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ഒരു ശല്യക്കാരിയല്ലേ ഞാൻ. ഇപ്പൊ നിനക്ക് എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഇന്നൂടെ നീ ശല്യം സഹിച്ചേ മതിയാവും. അവൾ അവന്റെ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞു തീർത്തു. സത്യത്തിൽ അവളെക്കുറിച്ച് അവൻ മോശമായി വിചാരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. പക്ഷെ ഈ സമയം അവന്റെ കൂടെ ഇരിക്കാന്നുള്ളതാ അവളുടെ ആവശ്യം. അതിനുവേണ്ടി വേറെ എന്ത് സഹിക്കാനും അവൾ തയ്യാറായിരുന്നു. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല അമൃത, അവൻ നിർവികാരിതനായി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. എനിക്ക് HIV പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിനക്കൊന്നും ചെയ്യാനില്ല. പോരാത്തതിന് എന്റെ കല്യാണമാണ് കുറച്ചു ദിവസം കഴിഞ്ഞാൽ. നീ എത്ര നാൾ ഇനി എന്റെ പിന്നാലെ നടക്കും?
അവൻ ചോദിച്ചു. അവന്റെ കല്യാണത്തെക്കുറിച്ച് അവൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവന്റെ വായന തന്നെ അത് പുറത്തു വന്നപ്പോൾ അവൾക്കത് ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ അവൾക്ക് തോന്നി. ദിവസങ്ങൾ കഴിഞ്ഞാൽ വേറൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ പുരുഷന് വേണ്ടി എന്തിനാ താൻ ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്നത്? അവനെ തനിച്ചാക്കാതിരിക്കാൻ മാത്രം എന്ത് ബന്ധമാണ് അവനോട് ഇപ്പോൾ ഉള്ളത്? നാണം കെട്ടും, പരിഹാസ വാക്കുകൾ സഹിച്ചു. ഇനിയും ഇവിടെ തുടരണോ? അവളുടെ മനസ്സിലൂടെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നുപോയി. അങ്ങനെ ഈ ഭാഗവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. താങ്ക്